രേഖ സാന്ദ്രയോട് പറയുകയാണ്. അതെ, നാളെ പൂജയ്ക്ക് പോകുമ്പോൾ എനിക്ക് കൂടിയൊന്ന് പ്രാർത്ഥിക്കണം സാന്ദ്ര മാഡം. മാഡത്തിന്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് ഉറപ്പാണ് എനിക്ക്. അത് പിന്നെ ഉറപ്പല്ലേ മാഡം. മാഡത്തിന്റെ പേരിൽ ഒരു അഖണ്ഡ നാമജപം തന്നെ ഞാൻ നടത്തും. പക്ക സന്തോഷം എന്ന് പറയുകയാണ് രേഖ. അപ്പോ കാര്യങ്ങൾ നടക്കട്ടെ. ഗുഡ് നൈറ്റ്. രേഖ പോയ ശേഷം സാന്ദ്ര പറയാണ്, അവൾ എന്നെ ട്രാപ്പിലാക്കി കളഞ്ഞല്ലോ. അമ്മ പറഞ്ഞത് കൊണ്ട് ഒഴിയാനും വയ്യാതായി. വിവാഹം നന്നായിട്ട് നടക്കാൻ പൂജയും പ്രാർത്ഥനയും കൊള്ളാം. രേഖ മാഡം പറഞ്ഞതുപോലെ സാന്ദ്രയുടെ പ്രാർത്ഥന ഫലിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ അത് കല്യാണം നടക്കാനല്ല, മരണാടിയന്തരം നടത്താനാണ്. കാണിച്ചു തരാം സാന്ദ്രയുടെ ഉറപ്പെന്താണെന്ന്. പിന്നീട് സുദർശനോട് സരോജാമ്മ പറയുകയാണ്, പിന്നെ ശ്രീടച്ച, നിങ്ങൾ ആ മേക്കലിൽ ശങ്കരൻകുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴേ പുറത്തെ മെഹർനിസയുടെ വീട്ടിൽ കൂടി കയറിയായിരുന്നോ? സൗദിയിൽ നിന്ന് വന്നിട്ട് 4 ദിവസമായെന്ന് നാദറ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മക്കളിൽ നിന്ന് ഉറക്കെ ചോദിക്കുകയാണ് സരോജാമ്മ. ചെവി കേൾക്കില്ലേ ശ്രീടച്ച? കേൾക്കുന്നുണ്ട്. വിളിച്ചു പോവാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ സരോജം. കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു പോവുകയാണ് സരോജം. നാളെ രാവിലെ നാഗരപൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തോ നിങ്ങള്? രാവിലത്തെ കാര്യം രാവിലെ നോക്കിയാൽ പോരെ? എല്ലാ കാര്യങ്ങൾക്കും നിനക്ക് ആവശ്യമല്ലാത്ത ധൃതിയാണല്ലോ സരോജം. വെറുതെ മനുഷ്യന് തലവേദന എടുപ്പിക്കാൻ. അടുക്കളയിൽ നിന്ന് പാത്രം കൊണ്ടുവന്ന് പെട്ടെന്ന് സുദർശന്റെ മുന്നിൽ ഇടിച്ചു വെച്ച ശേഷം ചോദിക്കുകയാണ്, ധൃതിയാണെന്നോ? പിന്നെ ധൃതി കാണിക്കാതെ പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് വല്ല ബോധവുമുണ്ടോ നിങ്ങൾക്ക്? കല്യാണത്തിന് ഇനി 6 മാസം സമയമൊന്നും ഇല്ല. പെട്ടെന്ന് തീയതി അങ്ങ് അടുക്കും. കിടന്ന് ഓടാതെ കൃത്യമായിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്തിനും കാലത്തിനും അനുസരിച്ച് ചെയ്യണം. അത്ര തന്നെ. അല്ലാതെ ഇങ്ങനെ മരക്കഷ്ണം പോലെ ഇരുന്നോ പറയുന്നതൊന്നും കേൾക്കാതെ? ഓ, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പൊ തന്നെ ഒരു പരുവമായി ഞാൻ ചെയ്തതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ഇപ്പൊ തന്നെ ദേ വീണ്ടും പുതിയ കാര്യങ്ങൾ. ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഇപ്പോൾ ഈ കല്യാണത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തെ പോലെ ഇതും ഒന്നും മുടങ്ങിപ്പോയാൽ മതിയായിരുന്നു. ഇത് കേട്ട് പരിഭ്രമിച്ച് പെട്ടെന്ന് സരോജാമ്മയുടെ കയ്യിൽ നിന്നും പാത്രം താഴെ വീഴുകയാണ്. സങ്കടപ്പെട്ട് സരോജാമ്മ ചോദിക്കുകയാണ്, മുടങ്ങാനോ? എന്റെ ദൈവമേ, നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയുന്നത്? നമ്മുടെ മോളുടെ കല്യാണത്തെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് ബോധമുണ്ടോ? ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്? ഒന്ന് തണുത്തിട്ട് സുദർശൻ പറയുകയാണ്, ഞാൻ അതല്ല സരോജം ഉദ്ദേശിച്ചത്. കല്യാണത്തിന് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ. അല്ല, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അല്ലാതെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ല. എന്നോട് മറയ്ക്കുന്നത് പറയച്ച എന്ന് പറയുകയാണ് സരോജാമ്മ. വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ നിങ്ങൾക്ക്? എന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞ് ഈ കല്യാണത്തിന് മുൻകൈ എടുത്തത് നിങ്ങളല്ലേ? ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അപ്പോ നിങ്ങൾക്കിത് എന്തു പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ? എന്റെ മകളുടെ സന്തോഷം മാത്രമാണ് എനിക്ക് വലുത്. അവളുടെ സന്തോഷം എന്നും നിലനിൽക്കാൻ ഞാൻ എന്തും ചെയ്യും സരോജം. ഇപ്പോഴെനിക്ക് ഭയമുണ്ട്. മകളെ ഓർത്ത് എന്താ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? ഭയമോ എന്ന് ചോദിക്കുകയാണ് സരോജാമ്മ. മകളെ വിവാഹം കഴിപ്പിച്ച് അവളുടെ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് യാത്ര അയക്കുമ്പോൾ ഏതൊരച്ഛനും ഒന്ന് കരയും. പിന്നീട് അവൾ ദൂരെയാണല്ലോ, മറ്റൊരു വീട്ടിലാണെന്നോ എന്നോർത്ത് കണ്ണീര് വന്നാലും ആ കണ്ണീര് ആനന്ദ കണ്ണീരായിരിക്കും. കാരണം അവിടെ തന്റെ മകൾ സുരക്ഷിതമായ ഒരു കൈകളിലാണ് എന്നുള്ള ധൈര്യം ഏതൊരച്ഛനും ഉണ്ടാകും. ധൈര്യമില്ലാതെ വരുന്നതാണ് ദൗർഭാഗ്യം. എന്റെ മനസ്സിലും ഇപ്പോൾ കിടന്ന് കറങ്ങുന്നത് അതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു വരുന്നത് രവി സാറ് നമ്മുടെ മോളെ നന്നായി നോക്കില്ല എന്നാണോ? രവിവർമ്മൻ സാറ് ദൈവത്തിനെ പോലെ ഒരു മനുഷ്യനല്ലേ ശ്രീടച്ച? എന്നിട്ടും നിങ്ങൾ എന്താ ഇങ്ങനെ? ദൈവത്തെ പോലെ എന്നല്ലേ പറയാൻ പറ്റൂ സരോജം, ദൈവം അല്ലല്ലോ. അയാളെന്നോ എന്താ നിങ്ങളുടെ മനസ്സിലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എന്താന്ന് വെച്ചാ പറഞ്ഞ് അവസാനിപ്പിച്ചൂടെ നിങ്ങൾക്ക്? ദർശൻ വിചാരിക്കുകയാണ്, എന്റെ മനസ്സിലെ സംശയങ്ങളും കുഴപ്പങ്ങളും ഞാൻ എന്നോട് എങ്ങനെ പറയും സരോജം? നടക്കുന്ന കാര്യമല്ല അത്. പറയച്ച പറയ് എന്ന് പറയുമ്പോൾ ശ്രീലക്ഷ്മി അവിടേക്ക് വരികയാണ്. എന്താ നിങ്ങൾക്ക് ഭയമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സുദർശൻ പറയുകയാണ്, വായടക്കടി. അതിനുശേഷം പാത്രം തട്ടി ദൂരെ എറിഞ്ഞിട്ട് സുദർശൻ ചോദിക്കുകയാണ്, എന്താ ഞാൻ പറയേണ്ടത്? എന്നോട് എന്ത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകും? ഒക്കെ കണ്ട് വിഷമിച്ച് അച്ഛ എന്ന് ഉറക്കെ വിളിക്കുകയാണ് ശ്രീലക്ഷ്മി. പെട്ടെന്ന് മുഖത്ത് സന്തോഷം വരുത്തി സരോജാമ്മ പറയാണ്, ആ മോളെ നീ വന്നോ? വാ വാ. അമ്മേ, അച്ഛനിത് എന്ത് പറ്റി? അച്ഛനിത് എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഏയ്, ഇവിടെ ഒന്നുമില്ല മോളെ, ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ വഴക്കുണ്ടാക്കുവാണോ എന്നോർത്ത് പേടിച്ചു പോയോ നീ? ഞാൻ എന്തെങ്കിലും പറയും, നിന്റെ അച്ഛൻ ബഹളമുണ്ടാക്കും. ഇതിവിടെ സ്ഥിരം നടക്കുന്നതല്ലേ. വാ, അമ്മ ചായ എടുക്കാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ശ്രീലക്ഷ്മി പറയുകയാണ്, അമ്മ നിൽക്ക്. അച്ഛൻ സത്യം പറ, രാവിലെ ആ ഭ്രാന്തൻ കാട്ടിയതിൽ അച്ഛൻ ഭയന്ന് വിറച്ചിരിക്കുകയാണോ? സരോജാമ്മ ചോദിക്കുകയാണ്, ഭ്രാന്തനോ? ഏത് ഭ്രാന്തൻ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മേ, ഞങ്ങളിന്ന് കല്യാണം വിളിക്കാൻ പോയപ്പോൾ വഴിയിൽ വെച്ച് ഒരു ഭ്രാന്തനെ കണ്ടു. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ശ്രീലക്ഷ്മി. ഒക്കെ കേട്ടിട്ട് സരോജമ്മ പറയാണ്, ഓ അത് ശരി, ഇതൊക്കെ കണ്ടിട്ടാണ് അച്ഛൻ ഈ പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്. വഴിയിൽ കാണുന്ന ഭ്രാന്തന്മാരുടെ വാക്ക് ആരാ അച്ഛ കേൾക്കുന്നത്? ഞാനങ്ങ് പേടിച്ചു പോയല്ലോ. ശ്രീലക്ഷ്മി പറയാണ്, അച്ഛൻ പേടിക്കേണ്ട പ്ലീസ്. ഭയങ്ങളും പ്രശ്നവുമെല്ലാം രവി സാറ് എന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ ഉണ്ടാകൂ. അങ്ങനെ എനിക്ക് പറയാൻ പറ്റൂ. അച്ഛൻ എന്നെ വിശ്വസിക്ക്. ഞങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാൻ ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷേ വിധി ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചില്ലേ. അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ഇതിലെല്ലാം ഉപരി അച്ഛന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് എത്ര ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടോ അതേ ധൈര്യവും ആത്മവിശ്വാസവും
എനിക്ക് രവി സാറ് കൂടെ ഉള്ളപ്പോഴും തോന്നാറുണ്ട്. ഏതൊരു പെൺകുട്ടിക്കും അതല്ലേ അച്ഛാ വേണ്ടത്. ഞാൻ ഭാഗ്യവതിയാണ് അച്ഛാ. എന്റെ ഭാഗ്യമാണ് അച്ഛനും രവി സാറും. രണ്ടാളും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞ് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ശ്രീലക്ഷ്മി. അച്ഛൻ വിചാരിക്കുകയാണ്, ഞാനത് എത്ര പറഞ്ഞു തരാൻ ശ്രമിച്ചാലും നിനക്കിപ്പോ അതൊന്നും മനസ്സിലാകില്ല മോളെ. നീ സുരക്ഷിതയല്ല എന്ന് തോന്നിയാൽ നീയുള്ളത് ദൈവത്തിനോടൊപ്പം ആണെങ്കിൽ പോലും ഞാൻ നിന്നെ വന്ന് രക്ഷിക്കാൻ ശ്രമിക്കും. ഏതൊരച്ഛനും അങ്ങനെ ചെയ്യൂ. അപ്പോൾ നിനക്ക് തീരുമാനിക്കേണ്ടി വരും, രവിചന്ദ്രവർമ്മനാണോ സുദർശനാണോ നിന്റെ കൂടെ വേണ്ടതെന്ന്. പിന്നീട് കാണിക്കുന്നത് രാവിലെ പൂജയാണ്. ദീപു ശ്രീലക്ഷ്മിയോട് പറയുകയാണ്, ശ്രീലക്ഷ്മി, പൂജാരി ഇതുവരെ വന്നില്ലല്ലോ, തന്നെ പൂജ ചെയ്യേണ്ടി വരുമോ? കൃഷ്ണ പറയുകയാണ്, ആ ഫസ്റ്റ് അതെ, രവിസാറിന്റെ വീട്ടിൽ നിന്ന് ഒരു പൂജാരിയെ ഇങ്ങോട്ട് അയക്കുമെന്നല്ലേ സരോജ ആന്റി പറഞ്ഞത്. പിന്നെന്തിനാ നീ കയറി പൂജിക്കുന്നത്? ദീപു ചേട്ടൻ പൂജിച്ചാൽ ദൈവം ഇറങ്ങി ഓടുമെന്നുള്ളത് ഉറപ്പാണ്. സരോജാമ്മയോട് ശ്രീലക്ഷ്മി പറയാണ്, അമ്മേ, അച്ഛൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. രവിസാറൊക്കെ വരാറായി എന്ന് തോന്നുന്നു. നിന്റെ അച്ഛൻ എല്ലാത്തിനും ഇരട്ടി പണിയല്ലേ ചെയ്യുന്നത്. നേരത്തെ പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ് പൂവ് കുറച്ച് കൂടുതൽ വാങ്ങണമെന്ന്. ഇത് കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ രണ്ടാമതോടെ എന്താ അവസ്ഥ വന്നത്. സമയത്ത് പൂജാരി വന്നിട്ട് പൂ തികഞ്ഞില്ലെങ്കിൽ മോശമല്ലേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ, കഷ്ടം തന്നെ. അവിടേക്ക് രവിവർമ്മന് രഘുവും സാന്ദ്രയും എത്തുകയാണ്. ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ട് രഘു പറയാണ്, ആ ഈ സെറ്റപ്പ് കൊള്ളാമല്ലോ. ഈ പൂജയ്ക്ക് പായസമൊക്കെ ഉണ്ടാകുമോ? സാന്ദ്ര പറയാണ്, ഓ അത് ശരി, അപ്പോൾ പായസം കൊതിച്ചിട്ടാണല്ലേ രഘു സാർ പൂജയ്ക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നല്ലോ. ദാറ്റ്സ് കറക്റ്റ്. പക്ഷേ ഈ അമ്പലത്തിൽ പൂജിച്ചു കിട്ടുന്ന പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ്. അത് സാന്ദ്ര കഴിച്ചാലേ മനസ്സിലാകൂ. ഇവരെ കണ്ട് സരോജാമ്മ ശ്രീലക്ഷ്മിയോട് പറയുകയാണ്, മോളെ, രവി സാറൊക്കെ വന്നു, വാ. സാന്ദ്രയോട് നമസ്കാരം മാഡം എന്ന് പറയുകയാണ് സരോജാമ്മ. എന്നിട്ട് പറയുകയാണ്, മാഡം വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പറയാണ്, സാന്ദ്രയ്ക്കല്ലേ ഈ വിവാഹത്തിന്റെ ഓവറോൾ മെയിൻ നോട്ടം. അതുകൊണ്ട് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സാന്ദ്ര ഉണ്ടാവും, അല്ലേ സാന്ദ്ര മാഡം? അതെ സാർ എന്ന് പറയുകയാണ് സാന്ദ്ര. രവിവർമ്മൻ ചോദിക്കണം, അല്ല ശ്രീലക്ഷ്മിയുടെ അച്ഛൻ? സരോജാമ്മ പറയുകയാണ്, പൂ വാങ്ങാൻ പോയിരിക്കുകയാണ്, ഇപ്പോൾ വരും. മോളെ, നീ ഇവരെ വിളിച്ചുകൊണ്ട് പോയി ചായ ഇട്ട് കൊടുക്ക്. എനിക്ക് അല്പം കൂടി പണിയുണ്ട് സാറേ, ഇപ്പോൾ വരാം. ഇരിക്കാം എല്ലാവർക്കും എന്ന് പറയുകയാണ് സരോജാമ്മ. എല്ലാവരെയും അകത്തിരുത്തിയ ശേഷം ഞാനിപ്പോൾ ചായ കൊണ്ടുവരാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ് ശ്രീലക്ഷ്മി. രഘു പറയുകയാണ്, ഞാൻ ചേട്ടായിയോട് പറഞ്ഞില്ലേ പൂജ തുടങ്ങി കാണില്ല എന്ന്. ഇപ്പൊ ചേട്ടായിക്കായിരുന്നു ധൃതി മുഴുവൻ. അതിനിപ്പോ നേരത്തെ എത്തിയെന്ന് വെച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നേരത്തെ എത്തിയതിന് ഞാൻ നിനക്ക് കുറച്ച് കൂടുതൽ പായസം തരാൻ ഞാൻ എന്റെ അമ്മായിയോട് പറഞ്ഞേക്കാം, എന്താ അതുപോലെ? അത് കേട്ട് സമ്മതിച്ചിരിക്കുകയാണ് രഘു. അതിനുശേഷം ശ്രീലക്ഷ്മി എല്ലാവർക്കും ചായ കൊടുക്കുകയാണ്. പഴംപൊരി എടുത്ത് സാന്ദ്രയ്ക്ക് നേരെ നീട്ടിയിട്ട് രഘു പറയുകയാണ്, കഴിക്ക് സാന്ദ്ര, സരോജാമ്മ സ്പെഷ്യൽ. നോ താങ്ക്സ് എന്ന് പറയുകയാണ് സാന്ദ്ര. അതിനുശേഷം രഘു കഴിക്കുകയാണ്. രവിവർമ്മൻ കഴിക്കാൻ എടുക്കുമ്പോൾ ശ്രീലക്ഷ്മി പറയുകയാണ്, അതിൽ സാർ കുറച്ച് എണ്ണ കൂടുതലുണ്ട്. ഇത് കേട്ട് രഘു ചോദിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്കൊക്കെ കൊളസ്ട്രോൾ പിടിച്ചോട്ടെ എന്നല്ലേ? കൊള്ളാം, എന്തായാലും പഴംപൊരി പച്ചവെള്ളത്തിൽ പൊരിക്കാൻ പറ്റില്ലല്ലോ. ഈ എണ്ണയൊക്കെ സൂപ്പർ അല്ലേ എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കഴിക്കുകയാണ് രഘു. അതിനുശേഷം ബിസ്ക്കറ്റ് എടുത്ത് രവിവർമ്മന് കൊടുക്കുകയാണ് ശ്രീലക്ഷ്മി. ഇത് കണ്ട് രഘു പറയുകയാണ്, ചേട്ടായുടെ കാര്യം പോക്കാണ്. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിലേ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനുശേഷം പകുതി ബിസ്ക്കറ്റ് അടിച്ച് രവിവർമ്മൻ ശ്രീലക്ഷ്മിക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ശ്രീലക്ഷ്മി വാങ്ങുന്നില്ല. ഇതൊക്കെ കണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് സാന്ദ്ര. ഭഷ്ടായിരിക്കുന്നു കിന്നരിച്ചിട്ട്. അവരുടെ രീതികൾ കണ്ട് അവിടെ നിന്നും ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റ് പോവുകയാണ് സാന്ദ്ര.